സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും പെൻഷൻ വാങ്ങുന്നവരെയും വിഡ്ഢികളാക്കിയ ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് കേരള NGO സംഘ്. ലീവ് സറണ്ടർ, ശമ്പള പരിഷ്കരണ കുടിശ്ശിക തുടങ്ങി അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ളപ്പോഴാണ് കേവലം ഒരു ഗഡു ക്ഷാമബത്ത മാത്രം പ്രഖ്യാപിച്ചത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്നു. തുടർന്ന് വിഷയം വീണ്ടും പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണെന്നും NGO ജനറൽ സെക്രട്ടറി ബ്രിജേഷ് പറഞ്ഞു. അധ്യാപകരെയും പെൻഷൻകാരെയും വഞ്ചിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഈ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 21% ക്ഷേമബത്ത കുടിശ്ശിക നിലനിൽക്കെ നമുക്ക് കേവലം 2% ക്ഷേമബത്ത കുടിശ്ശിക മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിഭാഗത്തെ മുഴുവൻ തന്നെ വഞ്ചിക്കുന്ന നയമാണ് കേരള സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കൂടാതെ പങ്കാളിത്ത പെൻഷൻകാരുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാമെന്ന് പറയുന്നതിന് പകരം പുതിയൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് പുതിയ പെൻഷനെ കുറിച്ച് പഠിക്കാമെന്നാണ് ഈ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. പങ്കാളിത്ത പെൻഷൻകാരെയും അങ്ങേയറ്റത്തോളം വഞ്ചിക്കുന്നു. ഇനി വരാൻ പോകുന്ന പുതുതലമുറയെ പോലും, സർവീസിലേക്ക് കടന്നു വരുന്ന പുതുതലമുറയെ പോലും വഞ്ചിക്കുന്ന നയമാണ് കേരള സർക്കാർ ഈ ബഡ്ജറ്റിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്. പൊതുസമൂഹത്തിനാകെ ഈ ബഡ്ജറ്റ് കൊണ്ട് യാതൊരു നേട്ടവും ഇല്ലയെന്ന് മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളെയും നിരാശപ്പെടുത്തുന്ന ബഡ്ജറ്റാണ് കടന്നുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള NGO സംഘിൻ്റെ എല്ലാവിധ പ്രതിഷേധവും ഈ ബഡ്ജറ്റിനെതിരെ ഉണരുകയാണ്. ജീവനക്കാരുടെ പ്രതിഷേധം അതിശക്തമായി മുന്നോട്ട് വരുമെന്ന ഒരു കാലഘട്ടത്തിൽ കേരള NGO സംഘ് തങ്ങളുടെ പോരാട്ടവുമായി വളരെയധികം മുന്നോട്ട് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്.